ഹലോ, ഇക്ബാലാണ്. അപ്പോൾ വിയറ്റ്നാമിലെ മൂന്നാമത്തെ ദിവസമാട്ടാ. ഇന്ന് വൈകുന്നേരം നമ്മൾ വിയറ്റ്നാമിൽ നിന്ന് ചൈനയ്ക്ക് പോവാണ്. വിയറ്റ്നാമിലെ ഹനോയിലെ നോയ്ബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ബീജിങ്ങിലെ ഡാക്സിൻ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് വീഡിയോ ആണ് വിയറ്റ്നാമിൽ നിന്നുള്ള. ഇപ്പോൾ സമയം രാവിലെ ഒരു 8 മണിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ജാഫർ ഫ്രഷപ്പായി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഹോട്ടലിൻ്റെ റിസപ്ഷനിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹോച്ചിമിൻ മുസോളിയം എന്ന് പറഞ്ഞ ഒരു വിയറ്റ്നാമിൻ്റെ ചരിത്ര പുരുഷനായ ഹോച്ചിമിൻ്റെ ശവകുടീരം അടങ്ങിയ സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ 7 മുതൽ 10:30 വരെയാണ് അവിടെ ടിക്കറ്റ് കൊടുക്കേണ്ടത്. പിന്നെ ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകുന്നേരം 5 മണി വരെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയാലേ അത് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അവിടെ എന്തൊക്കെ സംഗതി ഉണ്ട് എന്നൊക്കെയാണ് നോക്കാനുള്ളത്. അവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാഴ്ച കാണാം. നമ്മൾ ഇന്നലെ എടുത്ത ബൈക്ക് അത് കൊടുത്തിട്ടില്ല. അന്ന് 12 മണി വരെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കീ നമ്മുടെ കയ്യിലുണ്ട്. ബൈക്ക് നമ്മൾ ആ സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് രാത്രി പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ജാഫർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ റിസപ്ഷൻ്റെ ഏരിയ കേട്ടോ. ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ എന്തായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ബാക്കി കാണാം. വിയറ്റ്നാം തെരുവൊക്കെ ഇങ്ങനെ ആക്റ്റീവായി വരുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കുന്നുണ്ട്? രാവിലെ തന്നെ ഇവിടെ തിരക്കായി തുടങ്ങിയിട്ടാ. ഈ കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ രാവിലെ വരും. ഈ ടൂറിസ്റ്റുകളായിട്ട് പിന്നെ നമ്മൾ പോയ നിൻബിൻ, അതേപോലെ പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ഇവിടുന്ന് ആളുകളങ്ങനെ കൊണ്ടുപോകും ഡേ ടൂറായിട്ട്. അപ്പോൾ അതിൻ്റെ വാഹനങ്ങൾ കുറേ ഉണ്ടാവും രാവിലെ. ഹാലോങ് ബേ എന്ന സ്ഥലമുണ്ട്, നിൻബി ഉണ്ട്, പിന്നെ വേറെ 2-3 സ്ഥലങ്ങളുണ്ട് അതുപോലെ. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടി ഡേ ടൂറിൻ്റെ വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ. ഓരോ ഹോട്ടൽ റൂമിൽ നിന്ന് ആളുകളെ പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ഇതുപോലെയുള്ള വണ്ടിയിൽ. ഇവിടെ ചേട്ടൻ എന്തോ വിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു സലാഡൊക്കെയുള്ള ലീഫാണ് തോന്നുന്നത്. ഇതാ വിയറ്റ്നാമിൻ്റെ സൂപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ അത് ഇങ്ങനെ രാവിലെ തന്നെ ഇവിടെ സെയിലാക്കുന്ന കാഴ്ചയാണ്. ഒരു ക്ലൗഡി കാലാവസ്ഥ കേട്ടോ. നമ്മളെ മോട്ടോർ ബൈക്ക് ഇവിടെ മൂപ്പരിവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് പോകണം. മൂപ്പരാണ് ഇതിൻ്റെ ആള്. അപ്പോൾ ഞങ്ങൾ 2 വീലറായിട്ട് ഇങ്ങനെ വന്ന് ഇപ്പോൾ ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇതാണ് ഹോച്ചിമിൻ മ്യൂസിയം. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലുള്ളത്. നമ്മളെ വണ്ടി ഇവിടെ ഇട്ടുണ്ട്. ഇതാകണു നമുക്കൊരു പാർക്കിംഗ് സ്ലിപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് സ്ലിപ്പ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് പാർക്കിംഗ് സ്ലിപ്പ് വന്നത് കേട്ടോ. ഇതിന് ബാക്കിൽ നമ്പർ എഴുതി കണ്ട് തന്നതാണ്. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ കയറാൻ പറ്റുമെന്ന് വിചാരിക്കാം. എത്ര ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കട്ടെ. ഇതാണ് ഹോച്ചിമിൻ മ്യൂസിയം. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പറ്റൂല എന്നാണ് പറഞ്ഞത്. എന്നാലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കട്ടെ. അപ്പോൾ ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ച കേട്ടോ. അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. ക്യാമറയും പിന്നെ ഫോട്ടോസൊന്നും എടുക്കരുതെന്ന് പറഞ്ഞാണ്. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മലയാളികളല്ല, അപ്പോൾ ഒന്ന് എടുത്തു നോക്കുകയാണ്.
അപ്പോൾ ഹോച്ചിമിൻ മ്യൂസിയോളത്തിൻ്റെ ഉള്ളിലാണുള്ളത് കേട്ടോ. ഈ കാണുന്നതാ ഇതിൻ്റെ ഉള്ളിലാണ് മൂപ്പരെ ഭൗതിക ശരീരം വെച്ചിട്ടുള്ളത്. കുറേ സ്കൂൾ കുട്ടികളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവരിൽ ദേശീയത വളർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോച്ചിമിൻ്റെ ചരിത്രം എന്തെന്നാൽ ഈ വടക്കൻ വിയറ്റ്നാമാണ് ഈ ഹാനോയൊക്കെ ഉൾപ്പെട്ട ഭാഗം. പിന്നെ തെക്കൻ ഭാഗമാണ് ഇപ്പോഴത്തെ ഹോച്ചിമിൻ സിറ്റിയും. ആ ഭാഗമൊക്കെ തെക്കൻ വിയറ്റ്നാമാണ്. അപ്പോൾ ഇവർ ഈ വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും തമ്മിൽ ഒരുപാട് ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ഈ വടക്കൻ വിയറ്റ്നാമിലായിരുന്നു ഹോച്ചിമിൻ ഉണ്ടായിരുന്നത്. മൂപ്പരെ സപ്പോർട്ട് ചെയ്യാൻ ചൈനൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭരണം പിന്നെ ഈ ഹോച്ചിമിൻ്റെ ഒപ്പം കൂടി. അങ്ങനെ ഇവിടെ ഒരു സൈനിക ഗ്രൂപ്പ് ഇവരുണ്ടാക്കി. തെക്കൻ വിയറ്റ്നാമിൻ്റെ ഭരണാധികാരി DM എന്നൊരു ഭരണാധികാരിയായിരുന്നു. അയാളൊരു സ്വേച്ഛാധിപതിയായിരുന്നു. തിരഞ്ഞെടുപ്പൊന്നും നടത്താതെ ഒരുപാട് വർഷക്കാലം പിന്നെ അവിടുത്തെ ജനങ്ങളെ എന്താ പറയുക അടിച്ചമർത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ മൂപ്പരും ഈ ഒരു വടക്കൻ വിയറ്റ്നാമിലെ ഹോച്ചിമിനും ചൈനൻ്റെ പട്ടാളക്കാരും ഒരു ഗ്രൂപ്പായിട്ട് ഈ രണ്ട് വിയറ്റ്നാമും കൂടി ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ DM ഇതിന് അനുകൂലമല്ല. മൂപ്പര് ഇവരായിട്ട് പടപൊരുതി. അങ്ങനെ ഇവിടെ ആഭ്യന്തര യുദ്ധങ്ങൾ നല്ലോണം നടന്ന്. അപ്പോൾ അതിൽ ഇടപെടാനാണ് അമേരിക്ക വന്നത്. അമേരിക്ക ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താനും അതുപോലെ DM സഹായിക്കാനും വേണ്ടി തെക്കൻ വിയറ്റ്നാമിൽ അവരോടൊപ്പം കൂടി. അങ്ങനെയാണ് അവരും പിന്നെ ഹോച്ചിമിൻ്റെ സൈന്യവും കൂടി യുദ്ധത്തിലായത്. അമേരിക്കൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധമൊക്കെ രൂപപ്പെട്ടത് അങ്ങനെയാണ്. അങ്ങനെ ഏകദേശം ഒരു 15 വർഷത്തോളം ഈ ഒരു വിയറ്റ്നാം യുദ്ധം നീണ്ടു നിന്നു. ഇവിടെ കുറേ പോലീസ് ഓഫീസേഴ്സ് ഉള്ളിലേക്ക് പോണ കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ ലാസ്റ്റ് ഇവർ ഗറില്ല യുദ്ധം മുറകളിലൂടെയാണ് അമേരിക്കനെ തോൽപ്പിച്ചത്. ഒളിപ്പോരാട്ടത്തിലൂടെ ഈ വടക്കൻ വിയറ്റ്നാമിൻ്റെ സൈന്യവും പിന്നെ അമേരിക്കൻ സൈന്യം പിന്നെ DM കൂടിയുള്ള സൈന്യമായിരുന്നു. അവരെ ഗറില്ല യുദ്ധമുറകളിലൂടെയാണ് തോൽപ്പിച്ചത്. ഗറില്ല യുദ്ധമുറ പറഞ്ഞാൽ ഒളിപ്പോര്. അവിടെയും കൂടി ഒളിഞ്ഞിട്ട് ആണ് അവരെ ആക്രമിച്ചത്. അങ്ങനെ അമേരിക്ക വിയറ്റ്നാമിൽ നിന്ന് തുരത്തി രണ്ട് വിയറ്റ്നാം കൂടി ഒന്നായി. തെക്കൻ വിയറ്റ്നാമും വടക്കൻ വിയറ്റ്നാം കൂടി ഒന്നായിട്ട് ഒരൊറ്റ വിയറ്റ്നാം രാജ്യമായി മാറി. ഈ യുദ്ധത്തിനിടയിലാണ് പിന്നെ ഈ ഹോച്ചിമിൻ എന്ന് പറഞ്ഞ ഈ ചരിത്ര പുരുഷന് മരിച്ചത്. അയാൾ അറ്റാക്കായി മരിച്ചതാണ്. യുദ്ധം ഈ സ്വാതന്ത്ര്യം കിട്ടാൻ ഒപ്പം നിന്നിട്ടില്ല. അതിന് മുന്നേ അദ്ദേഹം മരിച്ച്. അപ്പോൾ അദ്ദേഹത്തിലുള്ള ഒരു സൂചകമായിട്ടാണ് ഇവിടെ ഈ ശവകുടീരം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻ്റ്. ഈ ഒരു ഹോച്ചിമിൻ എന്ന് പറഞ്ഞ ഈ ചരിത്ര പുരുഷന് നമ്മൾ ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശവകുടീരമാണ് ഹോച്ചിമിൻ മ്യൂസിയം എന്ന് പറയുന്നത്. ഈ ഒരു വിയറ്റ്നാം യുദ്ധത്തിൽ ഏകദേശം 35 ലക്ഷത്തോളം ആളുകൾ മരിച്ച്. അമേരിക്കൻ പട്ടാളവും ഇവിടുത്തെ സാധാരണ ജനങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 35 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയെ തോൽപ്പിച്ച ഒരേ ഒരു രാഷ്ട്രമാണ് വിയറ്റ്നാം. ആ ഒരു ചരിത്രം വിയറ്റ്നാമിന് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. അപ്പോൾ വിയറ്റ്നാം ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരാൾക്ക് 40,000 VND കേട്ടോ. രണ്ടാൾക്ക് 80,000 VND. വിയറ്റ്നാമീസ് ഡോങ്ക്. 40 പറഞ്ഞാൽ ഏകദേശം 120 റുപ്യ ആ റേഞ്ചിൽ വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ള സെറ്റപ്പ്. ഒരുപാട് സ്കൂൾ കുട്ടികളെ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 7:30 മുതൽ 10:30 വരെ. പിന്നെ അതിന് ശേഷം ക്ലോസ് ആണ്. പിന്നെ ഉച്ചക്ക് 2:30 മുതൽ 5 മണി വരെ. അങ്ങനെയാണ് ഈ ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള ടൈമിങ്. അവസാനത്തെ അമേരിക്കൻ ട്രൂപ്പ് വിയറ്റ്നാമിൽ നിന്ന് കയറി പോകുന്ന ആ ഒരു ഫോട്ടോ ഇട്ടത് മാർച്ച് 29, 1973 അമേരിക്ക ഇവിടുന്ന് പിൻവാങ്ങിയത്. വിയറ്റ്നാം ആയിരുന്ന ഹോച്ചിമിൻ ഉപയോഗിച്ച കിച്ചണാട്ടോ അത്. കിച്ചണല്ല, മൂപ്പര് ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിച്ചിട്ട് ഡൈനിങ് ഹോള്. ഇത് ഈ ഭാഗം കിച്ചണാണ് ഈ കാണുന്നത്. ഇത് പഴയ സ്റ്റൗവൊക്കെ കാണാം. പിന്നെ ഇവിടെ സ്റ്റോറേജ് റൂമുണ്ട്. ഒരു ഫ്രീസർ പോലുള്ള സംഭവമുണ്ട്.
അവരൊരു ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയില്ല, അതുപോലുള്ള സംഭവമാണ്. അന്നത്തെ പഴയ ഒരു കെട്ടിടമാണ്. ഈ പൈപ്പൊക്കെ മെറ്റലാണ്. അതിങ്ങനെ വേസ്റ്റ് വെള്ളം മീൻസ് മഴവെള്ളം പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മേൽക്കൂരിൽ നിന്ന് ഒക്കെ അന്നത്തെ നിർമ്മിതിയാണ്. ഇതൊക്കെ അന്നത്തെ കെട്ടിടങ്ങളാണ് കേട്ടോ. ഒരു പുരാതന കെട്ടിടം. കുറേ സ്കൂൾ കുട്ടികൾ അതിനുള്ളിൽ കൊണ്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഒരു സംഭവമാണ് നമുക്കിങ്ങനെ കാണുമ്പോൾ പിന്നെ പഴയ കാലം ഇങ്ങനെ ഓർമ്മ വരും. ഹോച്ചിമിൻ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം പ്രസിഡന്റ് ഉപയോഗിച്ച വാഹനങ്ങളാട്ടത്. 1954 മുതൽ 1969 വരെ ഉപയോഗിച്ച വാഹനമാണ്. സ്കൂൾ കുട്ടികളങ്ങനെ ഒരു ടൂറിന് വേണ്ടി ഇതിനുള്ളിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്കൂൾ കുട്ടികളുണ്ട് സ്കൂളിൽ നിന്ന് വന്ന്. അന്നത്തെ വെഹിക്കിളാണ്. എന്ത് ഗാംഭീര്യമാണ് അതിൻ്റെ അത് കാണാൻ. ടയറ് താഴ്ഭാഗത്തു നിന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോച്ചിമിൻ എന്ന് പറഞ്ഞാൽ ചരിത്ര പുരുഷൻ സഞ്ചരിച്ച വാഹനമാണ്. ഇതൊക്കെ മെമ്മറി അല്ല ഇങ്ങനെ കാണുമ്പോൾ. ഈ കാറ് വാങ്ങിയത് സോവിയറ്റ് യൂണിയൻ്റെ അടുത്ത് നിന്ന് കേട്ടോ. 1954 അതിൻ്റെ ഡീറ്റെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ കാറ്. അന്നത്തെ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യയാണ്. അവർ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണല്ലോ. ഇതൊരു കോംപ്ലിമെൻ്ററി ഷോയിങ് റൂമാണ്. ഇതാണ് ഹോച്ചിമിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഴയകാല ഫോട്ടോസാണത്. ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സാണ്. ഇതന്ന് അമേരിക്കൻ മിലിറ്ററി ഉപയോഗിച്ച റേഡിയോ ട്രാൻസ്മിറ്ററാണ് ഈ കണ്ട്. ഇത് പിന്നെ ഹോച്ചിമിനും ഫാമിലി ഉപയോഗിച്ച പിന്നെ ഗ്ലാസും അതിൻ്റെ ജഗ്ഗുമാണ്. ഇത് പിന്നെ ഹോച്ചിമിൻ ഉപയോഗിച്ച വിൻ്റർ കോട്ടാണ്. ഹോച്ചിമിൻ്റെ കാലത്ത് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ നടന്ന ഒരു ഹോളാണത് ഈ കണ്ട്. മീറ്റിംഗ് ഹോൾ. അപ്പോൾ ഇതൊക്കെ അന്നത്തെ കെട്ടിടങ്ങളാണ് കേട്ടോ. ഹോച്ചിമിനുള്ള കാലത്തുള്ള കെട്ടിടങ്ങളാണ് അതൊക്കെ. അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം അത്രയ്ക്ക് പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. അപ്പോൾ ഈ ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഒരു തടാകം പോലെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ജലസ്രോതസ് ഇതിൻ്റെ ഉള്ളിൽ കാണാം. ഇഷ്ടംപോലെ മാതള നാരങ്ങ കാഴ്ചക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു പോണ്ടിൻ്റെ സൈഡ് ഭാഗത്താണ് ഈ മാതളത്തോട്ടമുള്ളത്. ഇത് ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള ഗാർഡൻ കേട്ടോ. ഇവിടെ കുറേ കെട്ടി വെച്ചിട്ടുണ്ട്. മാതളം കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വേറെ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചപ്പോഴൊക്കെ ഈ മാതള നാരങ്ങൻ്റെ തോട്ടങ്ങൾ കുറേ കണ്ടു. അപ്പോൾ നമ്മൾ ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് പോരും കേട്ടോ. അപ്പോൾ എക്സിറ്റിൻ്റെ ആ ഭാഗത്ത് ഒരുപാട് ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. ടീയും സ്നാക്സും പിന്നെ ജ്യൂസ് ഐറ്റംസും പിന്നെ അതുപോലെ മാഗ്നറ്റ് ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കളും ഈ ഹോച്ചിമിൻ്റെ ഫോട്ടോ ഫ്രെയിമുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എക്സിറ്റിൻ്റെ അവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വേറൊരു കെട്ടിടം കാണുന്നുണ്ട്. ഹോച്ചിമിൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ പാർക്കിംഗ് ഏരിയക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വാഹനം എടുക്കട്ടെ. ഇതൊക്കെ ഹൈ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു എപ്പിസോഡിൽ കണ്ടത്. നമ്മളെ വിയറ്റ്നാമിലെ ഫൈനൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നൈറ്റ് നമുക്ക് 8 മണിക്കാണ് നോയ് ബായ് എയർപോർട്ടിൽ നിന്ന് ചൈനയിലെ ബീജിങ്ങിലേക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞ് റൂമിൽ പോകണം. വാഹനം റെൻറ്റിൻ്റെ ഷോപ്പിൽ തന്നെ റിട്ടേൺ കൊടുക്കണം. പിന്നെ റൂം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് 12 മണിക്കാണ് നമ്മൾ ചെക്കൗട്ട് ടൈം. 12 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ നമ്മളെ സിറ്റിയിൽ ടൗണിൻ്റെ ഉള്ള ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് നമുക്ക് എയർപോർട്ടിൽ പോകാനാണ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൈനയിൽ പോകേണ്ട വീഡിയോ എയർപോർട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഹോച്ചിമിൻ മ്യൂസിയത്തിൻ്റെ ചരിത്രമൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിയാനെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഉള്ളിൽ ഹൈ സെക്യൂരിറ്റിയാണ്. ട്രൈപോഡ് വരെ അവർ വാങ്ങി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ജാഫർ കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത കിടിലൻ എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരേക്കും ബായ് ജാഫർ.